നമസ്കാരം. ചില കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ നല്ല വണ്ടി വാങ്ങിച്ചു, അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെ ഒരു വീട് വെച്ചാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ അതുപോലെ ഒരു വണ്ടി നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകും. എന്നാൽ ഇവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ എനിക്കും അതുപോലെ മരിക്കണം എന്നങ്ങനെ ആരും ചിന്തിക്കാറുണ്ടാകില്ല, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാറുണ്ടാകില്ല. പക്ഷെ എനിക്കിവിടെ മറിച്ചാണ് പറയാനുള്ളത്. ഒരു മനുഷ്യന്റെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില ആളുകൾ നല്ലതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലൊരു മരണം ആഗ്രഹിച്ചു പോയി എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ആഗ്രഹിച്ച തെറ്റു പറയാൻ കഴിയില്ല. പലരും അത്തരത്തിലൊരു ആഗ്രഹം ഈ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ.പി. കമറുദ്ദീൻ സാഹിബ്, അദ്ദേഹം 2 ആഴ്ച മുമ്പാണ് മരണപ്പെട്ടത്. ഒരുപാട് രോഗങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ രോഗങ്ങളെ ഒന്നും അദ്ദേഹം ഒട്ടും ഗൗനിച്ചില്ല. അതൊന്നും ഗൗനിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചു. ഒരുപാട് പാവങ്ങൾക്കൊപ്പം നിന്നു. അവസാന നിമിഷം വരെ ഒരാളൊരു പ്രയാസം പറഞ്ഞാൽ ആ പ്രയാസം തീർത്തു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടു. അങ്ങനെ ഒരു മനുഷ്യനാണ് 2 ആഴ്ച മുമ്പ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തു. മുസ്ലിം ലീഗിന്റെ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു പലരും പറഞ്ഞത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ മരിക്കുകയാണെങ്കിൽ ഇതുപോലെ മരിക്കണം എന്ന് ചിന്തിച്ചു പോയി, അങ്ങനെ ആഗ്രഹിച്ചു പോയി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ്. ഒരുപാട് ആളുകളുമായി അദ്ദേഹം ചിലപ്പോഴൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പലരും പറയുന്നു ഞങ്ങളെയൊക്കെ ദേഷ്യപ്പെട്ടാലും ഞങ്ങൾ അതൊന്നും കാര്യമായി എടുത്തിട്ടില്ല. ആ ദേഷ്യപ്പെട്ടതിന്റെ ചൂടാറുന്നതിന് മുമ്പ് ഇ.പി. കമറുദ്ദീൻ സാഹിബ് വിളിച്ചു പറയും, ഞാൻ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്, അത് കാര്യമാക്കരുത്, ക്ഷമിക്കണം എന്ന് പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഒരുപാട് ആളുകൾ, പാവങ്ങളായിട്ടുള്ള ആളുകൾ പ്രയാസങ്ങൾ പറയുമ്പോൾ ആ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പലരെയും വിളിക്കുമായിരുന്നു. കച്ചവടക്കാരെയും അതുപോലെ തന്നെ സാമ്പത്തികമായി നില മെച്ചപ്പെട്ട ആളുകളെയും ഒക്കെ വിളിച്ച്, പാവപ്പെട്ട ഒരാളുടെ കല്യാണത്തിനാണെങ്കിൽ അങ്ങനെ, അതല്ല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ അവരെ സഹായിക്കാം, അങ്ങനെയൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് അദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതായത് ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ വെന്റിലേറ്റർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ രോഗികൾക്ക് ചുടുവെള്ളം കുടിക്കണം, കോവിഡ് സമയത്ത് പച്ചവെള്ളം കുടിക്കാൻ പാടില്ല, തണുത്ത വെള്ളം കഴിക്കരുത് എന്നൊക്കെ പറയുന്നു. എന്നാൽ ചുടുവെള്ളം കൊടുക്കാൻ ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചുടുവെള്ളം കുടിക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലേക്കും അദ്ദേഹം കെറ്റൽ സംവിധാനങ്ങൾ വാങ്ങിച്ചു നൽകി. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ വാർഡിൽ മരുന്ന് സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വാങ്ങി നൽകി. എത്ര രൂപയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ കണക്കൊന്നും യഥാർത്ഥത്തിൽ ആരുടെ പക്കലും ഉണ്ടാകില്ല. അദ്ദേഹവും ഈ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹവും എഴുതി വെച്ചിട്ടുണ്ടാകില്ല. അങ്ങനെ അദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. രോഗമാണ് എന്ന് പറഞ്ഞ്, പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒരാൾ സമീപിച്ചാൽ ഒരിക്കലും അദ്ദേഹം മടക്കി അയക്കില്ല. കഴിയാവുന്ന സഹായം അദ്ദേഹം ചെയ്തിരിക്കും. ഇ.പി. കമറുദ്ദീൻ സാഹിബിന്റെ വീട്ടിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഒന്ന് പോയാൽ ഒരിക്കലും എന്തിനാണോ നമ്മൾ ചെന്നത് ആ ചെന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം തരാതെ ആരാണെങ്കിലും അദ്ദേഹം മടക്കി അയക്കില്ല. അതായത് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാതെ അദ്ദേഹം മടക്കി അയക്കില്ല. വലിയ സൽക്കാരപ്രിയനായിരുന്നു. നല്ല ഭക്ഷണം മാത്രമാണ് വരുന്ന ആളുകൾക്ക് കൊടുക്കാറുള്ളത്, ഏറ്റവും നല്ല ഭക്ഷണം. ഒരുപാട് ആളുകൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ഇ.പി. കമറുദ്ദീൻ സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം മരിച്ചതുപോലെ മരിക്കണം എന്ന് ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് മരിക്കണമെന്നല്ല, മരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചതുപോലെ മരിക്കണം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃശൂർ ജില്ലയിൽ സജീവമായി പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുസ്മരണ യോഗങ്ങൾ നടത്തുകയാണ്. ഈ അനുസ്മരണ യോഗത്തിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. ഇന്നലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞിക്കോയ തങ്ങൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇവിടെ ഇ.പി. കമറുദ്ദീൻ സാഹിബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തി. അദ്ദേഹമായിരുന്നു ഈ അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടകൻ. അദ്ദേഹം ആ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് അവസാനിപ്പിച്ചത് പോലും പ്രാർത്ഥനയിലാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഉദ്ഘാടനമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ പള്ളിമലപ്പുറം മഹല്ല് പ്രസിഡന്റ് പി കെ സലീം ഹാജി, അദ്ദേഹം ഈ മദ്രസ മാനേജ്മെന്റുമായി, സംസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹവും ഇവിടെ പി കമറുദ്ദീൻ സാഹിബിനെ കുറിച്ച് അദ്ദേഹം ചിലപ്പോഴൊക്കെ ചൂടാകാറുണ്ട്. പക്ഷേ ചൂടായാലും അദ്ദേഹം തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ വിളിച്ച് പറഞ്ഞത് അപ്പോഴത്തെ പ്രഷറിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ ക്ഷമ ചോദിക്കാറുണ്ട് എന്ന് അങ്ങനെ പലരും അദ്ദേഹത്തെ അനുസ്മരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ചില ആളുകളൊക്കെ അവർക്ക് കണ്ണിൽ നിന്നും വെള്ളം വരാതെ ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കാതെ അവർക്ക് അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്നില്ല. ഗഫൂർ കടങ്ങോട്, നേരത്തെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഏറ്റവും അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി കമറുദ്ദീൻ സാഹിബിനെ അനുസ്മരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല, അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്തായാലും അങ്ങനെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പറയുന്നതല്ല, മരിക്കുകയാണെങ്കിൽ ഇതുപോലെ മരിക്കണം. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന, നല്ല വാക്കുകൾ, ഇതൊന്നും ചെറിയ കാര്യമല്ല. ചില ആളുകളൊക്കെ മരിച്ചാൽ അവരെ കുറിച്ച് പറയാനോ ചിന്തിക്കാനോ പോലും ചില ആളുകൾ ഇഷ്ടപ്പെടാറില്ല. മരിച്ചാലും അവൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും പി കമറുദ്ദീൻ സാഹിബിനെ കുറിച്ച് എതിർപക്ഷത്തുള്ള ആളുകൾക്ക് പോലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്. ഒരു CPM കാരന് പോലും അല്ലെങ്കിൽ ഒരു BJP കാരന് പോലും അദ്ദേഹത്തെ കുറിച്ച് മോശപ്പെട്ട ഒരു വാക്ക് പറയാൻ കഴിയില്ല. കാരണം ആരോടും അദ്ദേഹം അങ്ങനെ മോശമായി പെരുമാറിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. വൈസ് ചെയർമാന്റെ ഓഫീസിൽ ആരും ഇടപെടാതെ, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ എല്ലാ പാർട്ടിക്കാർക്കും അദ്ദേഹത്തെ വന്ന് കാണാമായിരുന്നു. ആരും വിളിച്ചു പറയണ്ട, ആര് വന്നാലും അദ്ദേഹം ആ വിഷയം ന്യായമാണെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടും. സഹായിക്കാൻ കഴിയാവുന്ന രീതിയിലൊക്കെ സഹായിക്കും. ആര് വിളിച്ചാലും അദ്ദേഹം തിരിച്ചു വിളിക്കും. ഏത് ചെറിയ കുട്ടിയാണെങ്കിലും, ചെറിയവനെന്നോ വലിയവനെന്നോ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടെ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം എപ്പോഴും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന് ശേഷം, പുലർച്ചെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരത്തെ അസ്തമയ സമയത്തുള്ള നമസ്കാരം, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇശാ നമസ്കാരത്തിന് ഇടയിലുള്ള സമയം അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു. യാത്രാവേളകളിൽ, ട്രെയിൻ യാത്രകളിൽ എപ്പോഴും അദ്ദേഹം ഈ ഖുർആൻ കൂടെ കൊണ്ടു നടന്നത് പാരായണം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ ചില ആളുകളാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ വൈസ് ചെയർമാന്റെ, കുന്നംകുളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാന്റെ ഓഫീസ് റൂമിൽ ഒരു മുസല്ല സദാസമയവും ഉണ്ടായിരുന്നു. രാവിലെ ഓഫീസിലെത്തിയാൽ സന്ദർശകരുടെ തിരക്ക് കാരണം പലപ്പോഴും വീട്ടിൽ പോകാൻ കഴിയില്ല, പള്ളിയിൽ പോകാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം ഈ റൂമിൽ നമസ്കരിക്കുമായിരുന്നു. നമസ്കാര സമയത്ത് നമസ്കരിക്കാൻ അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമസ്കാരം അദ്ദേഹം നഷ്ടപ്പെടുത്താറില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. അതുപോലെ കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഈ ടൗൺ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് റമദാൻ മാസം കാലത്ത് പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, നോമ്പുതുറ പരിപാടികളിലൊക്കെ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നോമ്പുതുറ പരിപാടിക്ക് ഞാൻ വരാം, പൊതുപരിപാടി ഉണ്ടെങ്കിൽ അതിൽ ഞാൻ എത്താം, പക്ഷേ നോമ്പു തുറക്കാൻ എനിക്ക് കുന്നംകുളം പള്ളിയിലെത്തണം. എന്റെ നോമ്പുതുറ അവിടെയാണ്, സാധാരണക്കാർക്കൊപ്പമാണ്. ഞാനാണ് ആ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനെല്ലാം ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവിടെ ഉണ്ടാകണം. അവിടെ നോമ്പു തുറക്കാൻ വരുന്ന ആളുകൾ അതിഥികളാണ്, അവർക്ക് ഭക്ഷണം വിളമ്പുന്നത് ഞാനാണ്, അതിന് ഞാൻ ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടെ പോയാലും, എത്ര വലിയ യാത്ര പോയാലും, ദീർഘദൂര യാത്രകളൊക്കെ നടത്തിയാൽ അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ പരിസരത്ത് എവിടെ പോയാലും അദ്ദേഹം ജുമുഅ നമസ്കാരത്തിന് കുന്നംകുളം പള്ളിയിൽ അദ്ദേഹം എത്തും. അദ്ദേഹത്തിന് അവിടെ എത്തി ജുമുഅയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തായാലും ഇതുപോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു സാധാരണക്കാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനപ്പുറം അദ്ദേഹം എന്തോ ആയിരുന്നു എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. UDF സംവിധാനത്തിന് വലിയ നഷ്ടമാണ്. ഒരുപാട് സാധാരണക്കാരുടെ, പാവപ്പെട്ട ആളുകളുടെ പ്രതീക്ഷയായിരുന്നു പി കമറുദ്ദീൻ സാഹിബ്. അവർക്കും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും അദ്ദേഹം മരിച്ചതുപോലെ നമുക്കൊക്കെ മരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.